നിങ്ങളെ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ തകർന്നു പോയ വിഷമിക്കുന്ന മക്കളുണ്ടോ? അമ്മയുടെ മാധ്യസ്ഥം തേടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക. ഞാൻ ഒരിക്കൽ എറണാകുളം പട്ടണത്തിലുള്ള അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിൽ ഒരു കാഴ്ച കാണാൻ ഇടവന്നു. ഞാൻ അവിടെ നൊവേനയിൽ ശുശ്രൂഷയിൽ ആരാധന നയിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. തിരിച്ചു പോരുന്നതിനിടയിൽ നിത്യസഹായ മാതാവിൻ്റെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ ഇടവന്നു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇതാണ്, അവർ ക്രൈസ്തവരല്ല എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വൈദികനായ എന്നെ കണ്ടപ്പോൾ അവർ വൈദികനായതുകൊണ്ട് അവർക്കറിയാവുന്ന രീതിയിൽ ഇങ്ങനെ ബഹുമാനവും ആദരവൊക്കെ പ്രകടിപ്പിച്ചു. ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അവർ പറഞ്ഞു, നൊവേനയിൽ ഞങ്ങൾ പങ്കുചേർന്നതാണ്, ആരാധനയിലും പങ്കുചേർന്നതാണ്, മറ്റൊന്നുമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ, എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ആ അമ്മയും അപ്പനും പറഞ്ഞൊരു കാര്യം ഇതാണ്. ബിടെക്കിന് പഠിക്കുന്ന അവരുടെ മകൻ കേരളത്തിന് പുറത്തൊരു സ്ഥലത്താണ്, 2ാമത്തെ വർഷമാണ് അറിയുന്നത് മയക്കുമരുന്നിന് അടിമയായിട്ട് തീർന്നിരിക്കുന്നു എന്ന്. അതിനേക്കാൾ ഭയാനകമായൊരു കാര്യം, അവൻ ഇടപെടാൻ വഴി വന്ന ഒരു വലിയൊരു ക്രൈം, ഒരു കൊലപാതക ശ്രമമാണ്. പോലീസ് കേസ് നടക്കുന്നുണ്ട്. എങ്ങനെ ഇടപെട്ടാലും അത് പരിഹരിക്കാനായിട്ട് പറ്റുന്നില്ല. അനേകം വ്യക്തികളുടെ അടുക്കൽ ആശ്വാസം തേടിപ്പോയി, അനേകം ഗുരുക്കന്മാരുടെ അടുക്കൽ ആശ്വാസം തേടിപ്പോയി. അവസാനം അവരുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സാധാരണക്കാരിയായ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത്. അന്ന് വിശുദ്ധ ബലി അർപ്പണ സമയത്ത് വൈദികൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വചനഭാഗമുണ്ട്. ആ വചനം ഇതായിരുന്നു, ജെറമിയായുടെ പുസ്തകത്തിൻ്റെ 31-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം. ഇങ്ങനെയാണ്, മകനെ മകളെ കരച്ചിൽ നിർത്തുക, നിന്റെ കണ്ണുനീര് തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് അവിടെ നിന്ന് പ്രതിഫലം നൽകും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. കരഞ്ഞുകൊണ്ട് ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അവർക്കത് ആശ്വാസത്തിൻ്റെ അനുഭവമായി. അന്ന് പള്ളിയിലുള്ള അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, അച്ഛ, ഈ ആശ്വാസം കിട്ടുന്നതിന് എന്ത് വേണം? അച്ഛൻ മറ്റൊന്നും പറഞ്ഞു കൊടുത്തില്ല. നിങ്ങളെപ്പോലെ വേദനിച്ച ഒരമ്മയാണ് അവിടെയുള്ളത്. അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക. ഒരേ ഒരു മാസം അതിനുശേഷം അത്ഭുതകരമായി ആ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയല്ല, ആ മാതാപിതാക്കളുടെ അടുക്കൽ വന്ന് അവൻ മാപ്പ് ചോദിക്കുകയും കേരളത്തിൽ തൻ്റെ പഠനം തുടരാനുള്ള സമ്മതം അറിയിക്കുകയും ചെയ്തു. പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇത് ഈ മറിയത്തിനല്ലാതെ മറ്റാർക്കാണ് സാധിച്ചു തരാനിടയാകുന്നത്?